നമസ്കാരം, ഞാൻ ആയൂർ കാവേരി. പലരുടെ ഒരു ആഗ്രഹമാണ് ഒരു സിനിമയിൽ അഭിനയിക്കുക, അല്ലെങ്കിൽ നമ്മുടെ അഭിനയ കഴിവ് പ്രകടിപ്പിക്കാൻ ഒരു അവസരം കിട്ടുക. അങ്ങനെ പലപ്പോഴും ഒരു നാച്ചുറൽ ഇന്നത്തെ കാലഘട്ടത്തിലെ ഒരു അമ്മ എന്ന് എനിക്ക് തോന്നിയൊരു വ്യക്തിയാണ് സ്മിനു ചേച്ചി. പക്ഷെ ഞാൻ വിളിക്കുന്ന സ്മിനുമോൾ ചേച്ചി എന്നാണ്. ചേച്ചി തന്നെ പറഞ്ഞു ചേച്ചിയെ ഒരുപാട് ഇഷ്ടമുള്ളവരാണ് സ്മിനുമോൾ എന്ന് വിളിക്കുന്നതെന്ന്. പക്ഷെ ഞാൻ അതിൻ്റെ കൂടെ ചേച്ചിയും കൂടെ ചേർത്ത് സ്മിനുമോൾ ചേച്ചി എന്നാണ്. ആരോ പേര് ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു സ്മിനുമോൾ എന്ന്. അപ്പൊ ഞാൻ ചേച്ചി പറഞ്ഞു എന്റെ പേര് സ്മിനുമോൾ എന്നല്ല, സ്മിനുന്നേ ഉള്ളൂ, സ്മിനു സിജോ. ഈ അടുത്തായിട്ട് ചേച്ചിയുടെ ഒരു ഇന്റർവ്യൂ ഞാൻ കണ്ടു. പലപ്പോഴും പലരും ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയമായിരുന്നു സ്ത്രീധനം. സ്ത്രീയാണ് ധനം എന്നൊക്കെ എല്ലാവരും പറയുമെങ്കിലും ചേച്ചി പറഞ്ഞു അങ്ങനാണെങ്കിൽ ആൺകുട്ടിയുടെ വീട്ടുകാർ ആൺകുട്ടികൾക്ക് വേണ്ടി എന്തുകൊണ്ടൊന്നും കൊടുക്കുന്നില്ല അല്ലേ? ആ ഒരു ടോക്ക് ഞാൻ കിട്ടുന്നു. പക്ഷേ UAE സ്ത്രീക്ക് അങ്ങോട്ട് എല്ലാം കംഫർട്ടബിൾ ആക്കി അവർക്കൊരു വീട് അല്ലെങ്കിൽ പൈസയായിട്ടും ഒക്കെ അവരെ സംരക്ഷിക്കാൻ പാകമുണ്ടെങ്കിൽ മാത്രമേ ഇവിടെ കല്യാണം നടക്കുന്നുള്ളൂ. അതാണ് UAE ഒരു പ്രത്യേകത ഞാൻ കണ്ടത്. കൊടുക്കുന്നത് കുറഞ്ഞു പോയെന്നുള്ളതാണല്ലോ പരാതികൾ വരുന്നത്. പക്ഷെ ഇവിടുത്തെ പോലെ തന്നെ നമ്മുടെ നാട്ടിലും വരണം എന്നാണ്. അങ്ങനെ ഒരു പ്രത്യേകിച്ച് ഒരാൾക്ക് കൊടുക്കേണ്ട ആവശ്യം ഉണ്ടായിട്ട് എനിക്കും തോന്നിയിട്ടില്ല. നമ്മള് നമ്മുടെ മകളെ വിൽക്കുന്നതിന് തുല്യമല്ലേ? അതായത് അങ്ങോട്ട് നമ്മുടെ കിട്ടുന്ന ഞാൻ മുതൽ ഒരു സാധനം നമുക്ക് സെയിലാകാത്ത അപ്പൊ ഇതെടുത്തോ, ഇതിനോട് ഇത്രയും കൂടെ തരും, ഇതിനെ കൊണ്ടുപോകോളം. എങ്ങനെയെങ്കിലും എൻ്റെ മോടെ കല്യാണം നടക്കാൻ വേണ്ടി ഒരുപാട് സാധനങ്ങൾ, ഒരു കാർ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഇത്ര കിലോ സ്വർണ്ണം ആയിക്കോട്ടെ എക്സ്ട്രാ. ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. നമ്മളുടെ മക്കൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല വിദ്യാഭ്യാസമാണ് കൊടുക്കാൻ പറ്റുന്നത്. അപ്പം നിങ്ങളുടെ മകളെ അങ്ങനെ ഒന്നും കൊടുക്കാതെ കല്യാണം ഉറപ്പായിട്ടും ഞാനും ഒന്നും വാങ്ങി കല്യാണം കഴിച്ചൊരു വ്യക്തിയല്ല. എൻ്റെ വീട്ടുകാർ എനിക്ക് തന്നത് നല്ല ഒരു വിദ്യാഭ്യാസമാണ്. മുമ്പോട്ട് പോകാനായിട്ട് നമുക്ക് എന്താ പറയുക, നമ്മുടേതായിട്ടൊരു വരുമാനം വേണം അല്ലേ ചേച്ചി? ഒരു വീട്ടിൽ കംഫർട്ടബിൾ ആണ്, രണ്ടുപേർക്കും ജോലിയുണ്ട്, കുറച്ചും കൂടെ നല്ലൊരു കാര്യമാണ്. ഞാൻ എൻ്റെ മോൾക്ക് ഞാൻ സ്ത്രീധനമൊന്നും പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് കൊടുക്കില്ല എന്ന് നേരത്തെ തന്നെ പണ്ടും പറയും. എൻ്റെ മോനെ കൊണ്ട് വാങ്ങിപ്പിക്കത്തില്ല എന്ന് ഞാൻ പറയും. കാരണം നല്ലൊരു കുടുംബം എന്നുള്ളതാണ് എൻ്റെ കൺസെപ്റ്റ്. ചിലപ്പം എൻ്റെ കല്യാണം ആ ടൈമിലൊക്കെ ഞാൻ കണ്ടേക്കുന്നതായിരിക്കാം എൻ്റെ ഇങ്ങനെ ഒരു തീരുമാനത്തിൽ. പണ്ടത്തെ എന്ന് പറയുമ്പോൾ ഭർത്താവ് മാത്രമാണ് ജോലിക്ക് പോകുന്നത്. ആള് നല്ലോണം സമ്പാദിച്ചു കൊണ്ടുവരുന്നത് എങ്ങനെ ഡിവൈഡ് ചെയ്യണം അല്ലെങ്കിൽ ഒരു മാസം എങ്ങനെ തികയ്ക്കണം എന്ന് ഒരു വീട്ടിലെ കുടുംബിനിയായിരുന്നു തീരുമാനിക്കുന്നത്. സത്യമല്ലേ? അതിൽ നിന്നൊക്കെ ഒരുപാട് കാലഘട്ടം മാറി. അപ്പൊ ഇനി ആൾക്കാർ എങ്ങനെ മാറണമെന്നാണ് ചേച്ചിയുടെ അഭിപ്രായം? അങ്ങനെ എനിക്ക് പറയാനറിയത്തില്ല. എങ്കിലും എല്ലാവരെയും ഒരു മരുമോള്, ഒരു മോള്, ഒരു മോന്, മരുമോന് അങ്ങനെയുള്ളൊരു കൺസെപ്റ്റ് മാറുന്നതിന് പല പ്രശ്നങ്ങളും മാറും. അല്ലെ ഭാര്യ വീട്ടിലെ ഒരു ഒതുങ്ങി നമ്മുടെ നാടിൻ്റെ ഒരു സംസ്കാരത്തിൽ ഇപ്പോഴും ഞാനിപ്പോൾ സിനിമയിൽ അഭിനയിക്കുന്നു. അന്നേരം പലരും ചോദിക്കുന്നു അയ്യോ പാവം എൻ്റെ ഹസ്ബൻഡ് ബിസിനസ്സാണ്, എൻ്റെ കൂടെ അങ്ങനെ എല്ലായിടത്തും വരാൻ പറ്റില്ല. നമ്മൾ ഫാമിലിയായിട്ട് ഒരു ബിസിനസ് ചെയ്യുന്നിടത്തൊന്നും അറിയാമല്ലോ. നമ്മൾ സിനിമ എന്ന് പറയുമ്പോൾ നമ്മൾ പല സ്ഥലങ്ങളിൽ യാത്ര ട്രാവൽ ആകുമ്പോൾ പകരം എൻ്റെ മകനാണ് വരുന്നത്. എങ്കിൽ പോലും ആൾക്കാരുടെ കാഴ്ചപ്പാട് അയ്യോ സിജോ അവിടെ ഒറ്റയ്ക്കല്ലേ, അങ്ങനല്ലേ, അപ്പോൾ ഇവിടുത്തെ ഫുഡ് എങ്ങനെയാണ്. അതായത് വിദേശത്ത് ജോലി ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. പുരുഷന്മാർ വിദേശത്ത് ജോലി ചെയ്യുന്ന നാട്ടിൽ സ്ത്രീകൾ അങ്ങനെ, അല്ലെങ്കിൽ വിദേശത്ത് ജോലി വന്ന ഒരുപാട് നഴ്സുമാർ പുറത്ത് പോയി ജോലി ചെയ്യുന്ന, അമേരിക്കയിലായാലും ഒക്കെ പോകുന്നവരുണ്ട്. കംഫർട്ടബിൾ ആയിട്ട് നാട്ടിൽ ജോലി ചെയ്യുന്ന ഹസ്ബൻഡും ഉണ്ട്. അപ്പം നമ്മൾ ഓരോന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ജീവിതത്തിൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ രണ്ടുപേരും കഷ്ടപ്പെട്ടാലും ഒരുമാതിരി നല്ല രീതിയിൽ. പണ്ടെന്ന് കാഴ്ചപ്പാടെന്ന് പറഞ്ഞാൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ ഒരു കൂട്ടുകാരത്തിന് മോള് പറഞ്ഞു കുലസ്ത്രീകൾ ആ ഒരു കൺസെപ്റ്റിൽ നിന്ന് മാറേണ്ടിയിരിക്കുന്നു എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഞാൻ എൻ്റെ മോൾക്ക് ഏറ്റവും നല്ല എഡ്യൂക്കേഷൻ. കാരണം അവൾ മറ്റൊരാളുടെ മുന്നിൽ ചെന്നിട്ട് എന്താന്ന് പറഞ്ഞാലും ആദ്യം ഒരു 500 ചോദിച്ചാൽ 500 തരും, പിറ്റേ പ്രാവശ്യം ഒരു 500 തരും, മൂന്നാമത്തെ പ്രാവശ്യം ചോദിക്കുമായിരിക്കും കഴിഞ്ഞ ദിവസം 500 എന്ത് എൻ്റെ ബാലൻസ് എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ അങ്ങനെ ഉണ്ടാവരുത്. ഇപ്പോൾ എനിക്ക് എൻ്റെ വീട്ടിൽ എനിക്കിപ്പോൾ സിനിമയിൽ ഒരു വരുമാനം ആയതുകൊണ്ട് എനിക്ക് കിട്ടുന്നുണ്ട്. എനിക്ക് എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മയ്ക്ക് ഇഷ്ടം എന്തെങ്കിലും മേടിക്കണമെന്ന് തോന്നി എനിക്കൊരു 500 തരും. എൻ്റെ മമ്മിക്ക് മേടിക്കാനൊന്നും എനിക്ക് പറയേണ്ട ആവശ്യം വരുന്നില്ല. അതല്ലെങ്കിൽ എൻ്റെ ഒരു സാധനം കാണുവാൻ നല്ല രസമാണ്. എനിക്ക് എടുക്കണമെന്ന് തോന്നിയാൽ ഒരു ഡ്രസ്സാട്ടെ, ഒരു ഇതാട്ടെ, അല്ലെ എൻ്റെ അനിയത്തിമാർക്കാട്ടെ, അല്ലെങ്കിൽ എങ്ങോട്ടെങ്കിലും പോകുമ്പം ഒരു മിഠായി വാങ്ങട്ടെ, എന്ത് വേണം നമുക്ക് ചെയ്യാൻ പറ്റും. നമ്മുടെ കൈ വരുമാനം ഏറ്റവും ആദ്യം വേണ്ട അടിസ്ഥാനമായിട്ട് കുട്ടികൾക്ക് വിദ്യാഭ്യാസം കൊടുക്കുക, അവരുടെ കയ്യിൽ ഒരു സ്ഥിര വരുമാനം ഉണ്ടാകുന്ന ഒരു മാർഗ്ഗം ഉണ്ടെങ്കിൽ കൊടുക്കുക എന്നുള്ളതേ ഉള്ളൂ.
അല്ല ഒരിക്കലും നമുക്ക് ഏണിംഗ് കൊണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ അതൊന്നും അഹങ്കാരപൂർവ്വം ചെയ്യാനോ അല്ലെങ്കിൽ പെർമിഷൻ എടുക്കല. ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്യും, ഞാൻ ഇന്ന് ചെയ്യാൻ പോവാണ് കേട്ടോ. അപ്പൊ അവിടുന്ന് ഒരു സപ്പോർട്ടീവ് ആണെങ്കിൽ നമുക്ക് ഒരു നല്ലൊരു ജീവിതമാണ് മുന്നോട്ട്. ഇപ്പൊ ഞാൻ എൻ്റെ ജീവിതത്തിൽ അങ്ങനെയാണ്. എൻ്റെ ഹസ്ബൻഡ് എൻ്റെ കൂടെ ഇപ്പൊ എനിക്ക് ഒരു പെർമിഷൻ തന്നതുകൊണ്ടാണ് ഞാൻ ഇന്നിങ്ങനെ ഇപ്പൊ ഞാൻ ഇവിടെ ദുബായിൽ നിൽക്കുന്നു അല്ലേ. രണ്ടുപേരും തമ്മിൽ അണ്ടർസ്റ്റാൻഡിങ് ആണ്. അങ്ങനൊരു ജീവിതമാണ്. അത് രണ്ടുപേരും തമ്മിലുള്ള ഒരു വിശ്വാസം കൂടിയാണ്. ഞാൻ പറഞ്ഞില്ല, എനിക്ക് ഏറ്റവും ഞാനിന്ന് സിനിമ നടിയായിട്ടുണ്ടെങ്കിൽ ഞാൻ ഏറ്റവും കൂടുതൽ നന്ദി പറയുന്നത് എൻ്റെ ഹസ്ബൻഡിനോട്. കാരണം എനിക്ക് ആ ഒരു ഫ്രീഡം തന്നു, എന്നുള്ള വിശ്വാസം കൊണ്ടായിരിക്കാം ആ ഒരു ഫ്രീഡം തന്നു. അതെനിക്ക് ഞങ്ങൾ 4 പേര് എല്ലാവർക്കും എല്ലായിടത്തും ഒരു ഒന്നിച്ച് പോകാൻ പറ്റുന്ന പറ്റില്ല. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ എവിടെയെങ്കിലും പോകണമെങ്കിൽ ഒരേപോലത്തെ ഡ്രസ്സ് ഒരു കല്യാണത്തിന് പോയാലും ഒരാളെ വിളിച്ച് 4 പേരുടെ പോകുന്നുള്ളൂ, അങ്ങനെയായിരുന്നു. പക്ഷേ കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു ഒരു ഫ്രണ്ട് പറഞ്ഞൊരു കാര്യമാണ്, അയ്യോ നിങ്ങൾ പണ്ട് എല്ലാവരും കൂടെ എല്ലായിടത്തും എന്ത് സന്തോഷമായിരുന്നു. ഞാൻ ചോദിച്ചു ഇപ്പം എന്താ പറ്റിയത്? അല്ല നിങ്ങൾ 4 പേരും 4 എടുത്ത്. ഞാൻ പറഞ്ഞു കുഞ്ഞുങ്ങൾ വളരും, കുഞ്ഞുങ്ങളെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ കടമ. കുഞ്ഞുങ്ങൾ വളരുമ്പോൾ അവർ പഠിക്കാൻ പോകണ്ടേ. എനിക്കിപ്പോൾ ഒരു പരിപാടി വന്നെങ്കിൽ എനിക്കതിന് പോകണ്ടേ. എൻ്റെ മോന് ഇന്ന് എല്ലാവരും പലയിടത്താവും. പിന്നെ ഈ കാണിക്കുന്ന ഒരുപാട് പേര് വീഡിയോയിൽ കാണുന്നതാണ് ജീവിതം. അങ്ങനെയല്ല, നമ്മുടെ സന്തോഷങ്ങളെല്ലാം നമുക്ക് വീഡിയോയിലാക്കി മറ്റുള്ളവരെ കാണിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് നമ്മുടേതായ സ്വകാര്യ നിമിഷങ്ങളുണ്ട്, സന്തോഷങ്ങളുണ്ട് അല്ലേ. ഞാനിപ്പം കാവേരിയുടെ നിൽക്കുന്നതും എൻ്റെ സന്തോഷമാണ്. ഇപ്പം എന്നോട് ഈ വീഡിയോ ചെയ്യാൻ പറഞ്ഞപ്പോൾ ഞാൻ നിന്ന് തന്നത് കാവേരിയോട് ഇഷ്ടമാണ്. ഇനി എൻ്റെ സ്ത്രീധരണത്തെ പറ്റി ഞാൻ പറഞ്ഞത് കാവേരിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതല്ല, എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്താ, ഇനിയും നമ്മൾ മാറി ചിന്തിക്കേണ്ട സമയമായി.